നമസ്തേ, ഞാൻ മായ ജയമോഹൻ. 2025 മെയ് മാസം 18-ാം തീയതി രാഹുകേതുക്കൾ രാശി മാറിയിരിക്കുകയാണ്. മീനം രാശിയിൽ ശനിയോടൊത്ത് ചേർന്നിരുന്ന രാഹു കുംഭം രാശിയിലേക്കും കന്നിരാശിയിലിരുന്ന കേതു ചിങ്ങം രാശിയിലേക്കും മാറിയിരിക്കുകയാണ്. 2026 ഡിസംബർ മാസം 5-ാം തീയതി വരെ ഇവർ ഇവിടെ തന്നെ ഉണ്ടായിരിക്കുകയും ചെയ്യും. 360 ഡിഗ്രിയുള്ള ഈ രാശിയിൽ 180 എപ്പോഴും കീപ്പ് ചെയ്ത് ഒരേ നേർരേഖയിൽ ഇരിക്കുന്ന രണ്ട് നിഴൽ ഗ്രഹങ്ങളാണ് രാഹുവും കേതുവും. രാഹുവും കേതുവും 1.5 വർഷമാണ് ഒരു രാശിയിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്താൻ പര്യാപ്തമായിട്ടുള്ള രണ്ട് ഗ്രഹങ്ങളാണ്, നിഴൽ ഗ്രഹങ്ങളാണ് രാഹുവും കേതുവും. അപ്പോൾ രാഹുവിൻ്റെയും കേതുവിൻ്റെയും ഈ രാശിമാറ്റം കർക്കിടകം രാശിയിൽപ്പെട്ട നക്ഷത്രക്കാരെ എത്രത്തോളം സ്വാധീനിക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് എന്തെല്ലാം ഫലങ്ങളാണ് എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. പുണർദം അവസാന കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രങ്ങളാണ് കർക്കിടകം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ. കർക്കിടകം രാശിക്കാർക്ക് ഈ ഒരു രാഹുകേതുക്കളുടെ മാറ്റം അത്ര ഗുണഫലങ്ങളെ അല്ല നൽകുന്നത്. ഇപ്പോൾ 9-ാം ഭാവത്തിലായിരുന്നു കർക്കിടകം രാശിക്കാർക്ക് രാഹു ഉണ്ടായിരുന്നത്. ആ രാഹു 8-ലേക്ക് മാറിയിരിക്കുകയാണ്. അഷ്ടമത്തിലെ രാഹുവിൻ്റെ സ്ഥിതി അത്ര ഗുണകരമല്ല. അതായത് ആരോഗ്യപരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ശരീരത്തിൽ ട്യൂബൽ ഓർഗൻസ്, അന്നനാളം, ചെറുകുടൽ, രക്തക്കുഴലുകൾ, അങ്ങനെ ഞരമ്പുകൾ, ഇങ്ങനെയൊക്കെയുള്ള ഭാഗങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾക്ക് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിന്, ശരീരത്തിലെ തൊലിപ്പുറത്ത് അസുഖങ്ങളൊക്കെ വരുന്നതിന് സാധ്യതയുള്ള, അതായത് ചെറിയ കുരുക്കൾ പോലെയോ, ഡ്രൈ സ്കിന്ന്, റാഷസ്, അതുപോലെ തലയിൽ ഡാൻഡ്രഫ്, ഇതൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ്. അപവാദം കേൾക്കുന്നതിന് സാധ്യതയുള്ള ഒരു കാലഘട്ടം, അതായത് ചെയ്യാത്ത കുറ്റത്തിന് പേരുദോഷം കേൾക്കുക. അപ്പോൾ അതുകൊണ്ട് വളരെയധികം സൂക്ഷിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകണം. അതായത് നമ്മൾ രണ്ടു വട്ടം ആലോചിച്ചിട്ട് നന്നായിട്ട് അധികം ആൾക്കാരോട് സംസാരിക്കാൻ. കാരണം കേതുവിൻ്റെ സ്ഥിതിയും 2-ലെ കേതുവാണ്. നമ്മൾ മനസ്സിൽ ചിന്തിക്കുന്നതാവില്ല കേൾവിക്കാരൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് പലപ്പോഴും നമുക്ക് ബുദ്ധിമുട്ടുകളെ ഉണ്ടാക്കിത്തരും, ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കിത്തരും. അപ്പോൾ അതായത് നമ്മൾ ചിലപ്പോൾ നമ്മൾ പെട്ടുപോകുന്ന അവസ്ഥ, പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരിടത്ത് ഇങ്ങനെ ഒളിച്ചിരിക്കുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മളിങ്ങനെ ഇരുന്നു പോകുന്ന ഒരവസ്ഥ. പോലീസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എന്താ പറയുക, കോടതി വ്യവഹാരങ്ങൾ, ഒന്ന് പോലീസ് സ്റ്റേഷനിൽ വാഹനങ്ങളുമായി എന്തെങ്കിലും ആവശ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങേണ്ട അവസ്ഥ, ഇതൊക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് കർക്കിടകൻ രാശിക്കാർക്ക് രാഹുവിൻ്റെ മാറ്റം എന്ന് പറയുന്നത്. രാഹു ഒട്ടും ശുഭസ്ഥാനത്ത് അല്ല ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് വെറുതെ മറ്റുള്ളവരാൽ അപഹസിക്കപ്പെടാനും ആരോഗ്യപരമായി വിഷയങ്ങൾ ഉണ്ടാവുക, എന്തിനിറങ്ങിയാലും ഒരു തടസ്സമുണ്ടായിട്ട് മാത്രമേ കാര്യം സാധിച്ചു കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് നന്നായിട്ട് പ്രാർത്ഥന ആവശ്യമുള്ള ഒരു സമയമാണ് രാഹുകേതുക്കളുടെ മാറ്റം കർക്കിടകൻ രാശിക്കാരുടെ അവസ്ഥ. ഇപ്പോൾ കേതു ആണെങ്കിൽ ഇപ്പോൾ 3-ാം ഭാവത്തിൽ ഇരുന്ന കേതു 2-ലേക്ക് മാറിയിരിക്കുകയാണ്. അപ്പോൾ ധനപരമായിട്ട് നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ആവശ്യം ചെയ്യാമെന്ന് വിചാരിച്ച് ധനം ശേഖരിച്ച് കൊണ്ടുവരുന്നു. പക്ഷേ അത് ചെയ്യാൻ പറ്റാതെ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത മറ്റൊരു ചിലവ് വന്നു കയറുകയും ഈ രൂപ എടുത്ത് അതിലേക്ക് വേണ്ടി വിനിയോഗിക്കുകയും ചെയ്യും. അപ്പോൾ ധനപരമായിട്ട് നമുക്ക് അത്ര ഒരു സ്റ്റേബിളായിട്ടുള്ളൊരവസ്ഥ ആയിരിക്കുകയില്ല. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഉന്നത വിദ്യാഭ്യാസം ചെയ്യുന്നതിന്, ഹയർ എഡ്യൂക്കേഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇരിക്കുന്ന ആൾക്കാർ നന്നായിട്ട് ഗണപതിയെ പ്രാർത്ഥിക്കേണ്ടതാണ്. തടസ്സങ്ങൾ ഉണ്ടാകുന്നതിന് സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ നേരത്തെ മുന്നേ ഞാൻ പറഞ്ഞു, സംസാരിക്കുമ്പോൾ നമ്മളുടെ സംസാരം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിൽ ഉദ്ദേശിക്കുന്നതായിരിക്കുകയില്ല നമ്മുടെ വർത്തമാനത്തിലൂടെ കേൾവിക്കാരന് മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് ബുദ്ധിമുട്ടുകളെ ഉണ്ടാക്കും. അപ്പം അങ്ങനെയൊക്കെ ഒരു ധനപരമായിട്ട് ചിലവ് വർദ്ധിക്കുന്ന ഒരു സമയമാണ്. എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടാകുന്നതിന് സാധ്യതകൾ. അപ്പോൾ അതുകൊണ്ട് അസുഖത്തിന് വേണ്ടി, ആരോഗ്യ പ്രശ്നങ്ങൾക്കായിട്ട് ധനപരമായിട്ടുള്ള ചിലവുകൾ ഉണ്ടാകുന്നതിനൊക്കെ ഉള്ള സാധ്യത. പിന്നെ ഇതുപോലെ നമുക്ക് പൈസയ്ക്ക്, പിന്നെ നമ്മുടെ വാക്കുകൾക്ക് ആൾക്കാർ വില കൽപ്പിക്കാത്ത ഒരു കാലഘട്ടം, പിന്നെ വളരെ പ്രയാസമുള്ള ഒരു സമയമാണ്. അഷ്ടമത്തിലെ രാഹുവും 2-ാം ഭാവത്തിലെ കേതുവും കർക്കിടകൻ രാശിക്കാർക്ക് നൽകുന്നത്. കർക്കിടകൻ രാശിക്കാർക്ക് യാത്രകൾ വളരെ സൂക്ഷിക്കുക. ആരോഗ്യ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാർക്കൊക്കെ കുറച്ച് നല്ലതാണ്. അതുപോലെ തന്നെ എഴുത്തുകാർ മീൻസ് എന്തെങ്കിലും കഥ, കവിത മുതലായവ എഴുതുക, സിനിമ, സംഗീത രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ഒരു രംഗമുണ്ടല്ലോ, അവിടെയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ
കുറച്ച് നേട്ടങ്ങൾ അവിടെയൊക്കെ കിട്ടാൻ അവിടുന്ന് കീർത്തി നമ്മളെ 10 പേര് അപ്രീഷിയേറ്റ് ചെയ്യാനൊക്കെ ഉള്ള അഭിനന്ദിക്കാനൊക്കെ ഉള്ള സാധ്യതകൾ അതൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ധനപരമായിട്ടും അവിടെയൊക്കെ ചെറിയ ചെറിയ നേട്ടങ്ങൾ നമുക്കുണ്ടാകും. പക്ഷേ അപവാദം എന്നുള്ളൊരു വിഷയം വളരെയധികം ശ്രദ്ധിക്കുക. നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ എവിടെയെങ്കിലും പെട്ടുപോകുന്ന അവസ്ഥകൾ, നമ്മുടെ കാര്യങ്ങളെല്ലാം നന്നായിട്ട് ബുക്കും പേപ്പറുകൾ ഡോക്യുമെൻറ്റ്സ് പക്കയായിട്ട് എപ്പോഴും സൂക്ഷിക്കണം. പോലീസുമായിട്ട് ബന്ധപ്പെട്ട് അതുകൊണ്ട് ആർക്കും വേണ്ടി ജാമ്യം പറയാനോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും സപ്പോർട്ടിന് ഒന്നും പോവരുത്. പോവുകയാണെങ്കിൽ നമ്മളും കൂടി നമ്മൾ അവിടെ എന്നിട്ട് പോലീസുമായിട്ട് ബന്ധപ്പെട്ട് നിയമപരമായിട്ട് വിഷയങ്ങളൊക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഈ ഒരു രാഹുകേതു മാറ്റം കർക്കിടകം രാശിക്കാരായ നക്ഷത്രക്കാർക്ക് അത്ര ഗുണഫലങ്ങളെ അല്ല നൽകുന്നത് എന്നാണ് പറയുന്നത്. ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ സംശയങ്ങൾക്കും എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. രാഹുവിൻ്റെ ഈ ഒരു സ്ഥിതി, അഷ്ടമത്തിലെ രാഹുവിൻ്റെ സ്ഥിതി, നാഗർക്ക് സർപ്പങ്ങൾക്ക് നൂറുംപാലം കൊടുക്കുന്നതും ശിവക്ഷേത്രത്തിലെ ശിവഭഗവാന് ധാര, പ്രത്യേകിച്ചും എള്ളെണ്ണ അഭിഷേകത്തിന് കൊടുക്കുന്നത്, ജലധാര കൊടുക്കുന്നത്, ഗണപതിയെ നന്നായി പ്രാർത്ഥിക്കുന്നത് ഒക്കെ നല്ലതായിരിക്കും. ഭദ്രകാളി ദേവിക്ക് കടുംബായുസം കൊടുക്കുക, പോലീസുമായി ബന്ധപ്പെട്ടോ നിയമപരമായിട്ടൊക്കെ ഉള്ള വിഷയങ്ങൾക്ക് ഒരു ആശ്വാസം അതിലുണ്ടാകും. മറ്റു മതവിശ്വാസം അനുസരിച്ച് ജീവിക്കുന്നവർ അവരവരുടെ മതവിശ്വാസം അനുസരിച്ചിട്ടുള്ള പ്രാർത്ഥനകളും ചെയ്ത് മുന്നോട്ട് പോകേണ്ടതാണ്. വീണ്ടും കാണാം.